പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മനസ്സിനെ ശരിയായി പ്രവർത്തിപ്പിക്കാനും ഈശ്വരനുമായി ബന്ധിപ്പിക്കാനുമുള്ള പ്രക്രിയയാണ് യോഗ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ശാന്തിയുടെയും സന്തോഷത്തിനെയും ഉറവിടം കണ്ടെത്താൻ യോഗ നമ്മളെ സഹായിക്കും. ഏത് കർമ്മം യോഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ബോധത്തോടുകൂടി ചെയ്യുക. ഓരോ കർമ്മവും ശ്രദ്ധയോട് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധ ബോധത്തിലേക്ക് കൊണ്ടുവരും. ആ ശ്രദ്ധയാണ് ബോധത്തെ ഉണർത്താനുള്ള സ്വിച്ച്. ബോധമാണ് രാത്രിയുടെ ലൈറ്റ്. ദുഃഖ നിവൃത്തിക്കുള്ള ലൈറ്റും ബോധമാണ്. ബോധം വരുമ്പോൾ എവിടെയാണ് ദുഃഖം തുടങ്ങിയത്, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവരോട് പറിച്ചു മാറ്റാൻ സാധിക്കും. ഒരിടത്ത് ഒരു ഭക്തൻ ചെല്ലും, ആശ്രമത്തിൽ ചെന്നിട്ട് ഒരു വീട്ടിലുള്ള വരാതുരങ്ങളും മറ്റുള്ളവ എനിക്കെപ്പോഴും ദുഃഖമാണ്, എന്നെ എല്ലാവരും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല, നമ്മൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ ഗുരു കുറേ ഉപദേശിക്കും. യാതൊരു മാറ്റമില്ല, മതിയായി. അങ്ങനെ ഇരിക്കുമ്പം ഒരിക്കലും ഈ ഭക്തൻ വരുന്ന സമയം നോക്കി മുള്ളുമരത്തിലോട്ട് പുള്ളി ചാടിക്കയറി കെട്ടിയങ്ങ് പിടിച്ചു. ഒച്ചത്ത് വിളിവയ്ക്കാനാണ്. അപ്പോൾ ആ ഭക്തൻ വന്ന് നോക്കുമ്പോൾ ഗുരുവിൻ്റെ കരച്ചിൽ കേൾക്കാം ഒച്ചത്തിൽ. അപ്പം മുകളിലോട്ട് നോക്കി, ഇത് മുള്ളുമുരക്ക് മരത്തിൽ ഗുരു കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് കരയുക. എന്നെ ആരെങ്കിലും രക്ഷിക്കേ എന്നുകൊണ്ട് കരയുക. അപ്പോൾ ഭക്തി വെച്ച്, ഗുരു അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് എന്തിന് കരയുന്നു? കാരണം ഈ മുള്ളെല്ലാം എൻ്റെ ദേഹത്ത് കെട്ടിയിരിക്കുന്നു, നോന്നേ എന്ന് പറയും. ഗുരു എന്തൊരു വെട്ടിത്തം ഗുരു പറയുന്നത്, അങ്ങ് തന്നെയല്ലേ കെട്ടിപ്പിടിച്ചോണ്ട് കരയുന്നത്? ആ മുള്ള് അതുകൊണ്ടല്ലേ കൊള്ളുന്നത്, ദേഹത്തെ കൊള്ളുന്നത്. അങ്ങ് കൈവിട്ടിട്ട് ചാടണം. അങ്ങ് കൈവിട്ട് ചാടിയാൽ മതി, അത്ര താഴ്ചയില്ല. അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് കൊള്ളുന്നേ നമ്മുടെ കരയുന്നത് എന്തിനാ? അങ്ങ് വിട്ടിട്ട് കീഴിട്ടിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, നീ ഇപ്പം എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലേ? ഇത് തന്നെയാണ് എന്നോട് പലപ്പോഴും ഞാൻ വരുമ്പോഴൊക്കെ ഉപദേശിക്കുന്നത്. നീ കേട്ടിട്ടില്ലല്ലോ. നിൻ്റെ മനസ്സിൽ നീയാണ് അവർ പറയുന്നതിന് വാക്കിന് വില കൊടുത്ത് നീ ദുഃഖിക്കുന്നു. ആ വാക്കിന് നീ വില കൊടുക്കണ്ട. വേറൊരാളെ ചീത്ത വിളിക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നത് അതുപോലെ നീ ഭാവിച്ചുകൊണ്ട്, അല്ലോ നീ ഒരു മാനസിക രോഗി പറയുന്നതായിട്ടോ ആ ഒരു ഭാവം നീ ഇതുപോലെ ഉണർത്തിക്കൊണ്ട് വരണം. കാരണം ഞാൻ ഉപദേശിച്ചുള്ളത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായ ഗുരു. ആ മനസ്സിലായെങ്കിൽ ഞാൻ ചാടാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നർത്തകനും നൃത്തവും രണ്ടല്ല എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ ദുഃഖകഥാപാത്രം, സന്തോഷ കഥാപാത്രം, സ്നേഹകഥാപാത്രം, കാരുണ്യത്തിൻ്റെ കഥാപാത്രം, ദേഷ്യത്തിൻ്റെ കഥാപാത്രം, ഇതൊക്കെ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അഭിനയം കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ. അതേപോലെ നമ്മൾ ബോധത്തെ കൊണ്ടുവരണം. മമതയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. പക്ഷെ നമ്മൾക്ക് മറ്റുള്ളവരിൽ കൂടുതൽ ബന്ധം വെച്ചിട്ട് പ്രശ്നം വരുമ്പോൾ ദുഃഖിച്ച് ചെറിയ കാര്യത്തിന് പോയി ആത്മഹത്യ ചെയ്യുക. എത്രയോ പ്രതിബന്ധം അനുഭവിച്ചവർ അതിനൊക്കെ തരണം ചെയ്ത് എത്രയോ വലിയ ആളായി. 2 കൈയുമില്ല, 2 കാലുമില്ലാത്തവർ എത്രയോ ജീവിക്കുന്നു. ഇവിടെ പൂർണ്ണിമയെന്നുള്ളൊരു ഒരു വെസ്റ്റേൺ മോളുണ്ട്. മോൾ കൈയും അനക്കാൻ വയ്യ, കാലും അനക്കാൻ വയ്യ. പക്ഷെ ആ വീൽ ചെയർ തന്നെ എൻ്റെ കൂടെ എല്ലാ യാത്രയ്ക്കും വരും. കാലും അനക്കാൻ വയ്യ, കൈയും അനക്കാൻ വയ്യ. വീൽ ചെയറിലാണ് ഈ യൂറോപ്യൻ ടൂറും അമേരിക്കൻ ടൂറിനും ഇവിടെ. പക്ഷെ എപ്പോഴും ജോലിയെടുക്കും. ഒരു നിമിഷം വെച്ച് കളയും. എന്തെങ്കിലും ജോലി അവിടുന്നുണ്ട്, മാല ഒരുക്കുകയോ ഭക്ഷണം എടുക്കുകയോ ജോലി ചിരിച്ച മുഖമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നില്ല. അവർ ഓർത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഭാവം ഓരോരുത്തർ നോക്കി മനം ചെയ്ത് ഭാവിക്കുന്നത്. നമ്മൾ മനസ്സാണ് നമ്മൾ ഭരിക്കുന്നത്. അതിൻ്റെ ദാസനായിട്ടിരിക്കുക, മനസ്സിൻ്റെ അങ്ങനെ നമ്മൾ യാചകനായി തീരുന്നു. മനസ്സിനെ നമ്മൾ ഭരിക്കണം.
ചോക്ലേറ്റ് ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കൊതിയാണ്, ചില കുഞ്ഞുങ്ങൾ കൊടുത്തുകൊണ്ടേ ഛർദ്ദിക്കുന്നതാണ്. സിഗരറ്റ് ഇതിൽ ഭാര്യയ്ക്ക് അലർജിയാണ്, ഭർത്താവിന് സന്തോഷം കൊടുക്കും. ചില പുക തൊട്ടുമ്പോൾ മുഖം തപ്പി കൊണ്ടുപോകും. അപ്പോൾ വസ്തു സന്തോഷം കൊടുക്കുന്ന എല്ലാവർക്കും ഒരേ സന്തോഷം കിട്ടണ്ടേ. അപ്പോൾ ഇതെല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറയുമല്ലോ. അത് യോഗം എല്ലാം യോഗത്തിലേക്കാണ് വരുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കൽ, അതാ തത്വത്തിൽ നിശ്ചലത കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരേപോലെ തന്നെ വരും. അതിനെല്ലാം നല്ല വ്യായാമം ആവശ്യമാണല്ലോ. എല്ലാ രീതിയിലും ഉപകാരപ്രദമാണ് ശരിക്കും. അത് ശരിക്ക് തത്വങ്ങൾ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു തത്വത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ശാസ്ത്രങ്ങളോട് പഠിക്കണം, അപ്പോഴാണ് ശരിക്കുള്ള യോഗമാകുന്നത്. നിത്യമെന്ത് അനിത്യമെന്ത്, നിത്യാനിത്യ ബോധം കൊണ്ടുവരണം. ഒരു അഗ്രികൾച്ചർ പഠിച്ച ഒരാൾക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൽ കേട് വന്നാൽ എന്ത് മരുന്നടിക്കണം ഉള്ള ആൾക്കാർ. അപ്പം അതുപോലെ ആധ്യാത്മം മനസ്സിലാക്കിയാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഓരോ കർമ്മവും നമുക്ക് ബോധത്തോട് ചെയ്യാനും നമ്മുടെ ജീവിതം വർത്തമാനത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കും. प्रार्थना मेरी निस्वार्थ भावना वरदे वरदे मैया वरदे वरदे कैसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे कैसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे कैसा वरदे 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 मैया वरदे वरदे कैसा वरदे वरदे वरदान तुझे ओ माया
वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे वरदे वरदे मैया वरदे वरदे ऐसा वरदे वरदे वरदान तुझे കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Amma's one and only wish, if there is a wish, is to fill our life, our heart and soul with what we lack. And what do we lack? What do we lack? We lack love. We lack humility, kindness, compassion, self-surrender, all the most important things in life, starting from the family life. And wherever you go in this world, whoever you interact with, these are the fundamental qualities that one should have, and we lack all those qualities. And great masters such as Amma are here to reverse the process. It's like, one of Amma's beautiful sayings. Winston Churchill, the former Prime Minister of Great Britain, he was a very powerful and popular orator. Very articulate, very powerful. One day, a group of reporters asked him, how could you speak so well, so eloquently in front of such a huge crowd? Thousands of people are sitting, and some of them are judging you, some of them are criticizing you, all of them are not your supporters.
So how are you able to do this? While looking at this sea of people. It's reported that Winston Churchill responded saying, you know what, this has been my practice since a long time. The moment I stand up in front of the podium and look at the crowd, I convince myself, I convince my mind, so many fools. And I am the only wise person here. So when you convince your mind that everyone else is ignorant, illiterate, then you will get the power. You know, a similar question was asked to Amma once. One of the reporters, I think it was New York Times, asked a similar question to Amma. Reporter said, Amma, you are not educated. You only studied it with the 5th grade, and you are from a remote village in Kerala, and you don't speak any other language other than your mother tongue Malayalam. And you don't look such an intellectual person, but at the same time, thousands and thousands of people come to see you, and you speak to them, you hug everyone, and I don't see any strange, feeling. I mean, no one is thinking that you are a strange person, and you also don't see anyone as other than you, like strange people. It's like a huge family. How is it possible for you to do this? And then Amma's answer was, there is no one but me. There is no one here, but I alone exist in everyone. So I see them as gods. Everything is pervaded with God. So they are not separate from me. See the difference? And one comes from the ego, the other comes from the heart, from love. According to Hindu philosophy, there are only 2 states of being. One is love and the other is grief. Or one is love and one is fear. That's all. So everything boils down to grief. So the first chapter of the Bhagavad Gita is Arjuna Vishada Yoga. There, Shoka is transformed into yoga, union with God. Shoka means grief, and Arjuna's grief, through Krishna's counseling, was transformed into yoga. And that's how Shoka became yoga. So that's why that chapter is known as Arjuna Vishada Yoga. So the natural question is, how can grief become yoga? Union with God. Because our happinesses, our peace, our love, everything is like the streaks of lightning. It comes and goes, it's just momentary, it has no depth. It's superficial, it's skin deep. Whereas, when we go through a sorrowful experience, when we feel sadness, it's like darkness. It's so deep. And if you can really go deeper into that shoka state, that state of grief, it results in total helplessness. And from that helplessness will arise self-surrender. And that's what happened to Arjuna. He was blurting out whatever emotions he had, whatever feelings he had. He was raving and speaking like a mad person. And he was going through a nervous breakdown. And you see all the symptoms. Parched throat, trembling. This great warrior, the great archer, he just, put his arrow and bows down. Inevitable is right in front of you. You were going to be completely crushed and killed. And you will be known as a coward in the future. The situation is right in front of you, staring at you. But Arjuna had one advantage, that he poured out everything to Krishna and finally he became exhausted. And he knew that
this state of mind is not going to help me. It's not going to help society. It's not going to uplift anyone. It's just useless. It is just trash. So he was able to surrender. He was able to open up and say, "Oh Krishna, you guide me. I'm your disciple. I know nothing. So help me." So when you say grief, it's not negative. Even though we brand it as negative, it's not negative. See, all the great devotees in the past or in the present, they pray for grief. Because from grief arises love. From grief arises self-remembrance, remembrance of God.